തുടർഭരണം വേണ്ടെന്ന സാഹിത്യകാരന്മാരുടെ പ്രതികരണത്തിൽ മറുപടിയുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. സാംസ്കാരിക രംഗത്തെ ചില വ്യക്തിത്വങ്ങൾക്ക് ഒരു ശങ്കയാണ്. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് അവരുടെ അഭിപ്രായം. നാട് നശിച്ചുകൊള്ളട്ടെ, ഇടതുപക്ഷം നന്നായിരിക്കണം എന്നാണോ പറയുന്നതെന്നും MA ബേബി ചോദിച്ചു. ഇന്ന് കേരളം ഓരോ മേഖലയിലും കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, ആ നേട്ടങ്ങളുടെ ചരിത്രത്തിൽ അഞ്ചാണ്ട് കൂടുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ, കൈവരിച്ച നേട്ടങ്ങളെ അഞ്ചാണ്ട് കൊണ്ട് പുറകോട്ട് കൊണ്ടുപോകുന്ന മുന്നേറ്റങ്ങളെ പിന്നേറ്റങ്ങളാക്കി മാറ്റുന്ന ഇടപെടലുകളാണ് ഇവിടെ ഭരണമാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നാടിനൊരു തകർച്ചയുണ്ടായാലും വേണ്ടിയില്ല, 3 തവണ തുടർഭരണത്തിലിരുന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഒരു ചെറിയ മോശം ഉണ്ടായാൽ അത് ഒഴിവാക്കണം. ഇടതുപക്ഷം നന്നായിട്ടിരിക്കണം. നാട് നശിച്ചോട്ടെ, കുഴപ്പമില്ല. അഴിമതിയും കെടുകാര്യസ്ഥതയും വർഗീയ ഛിദ്രശക്തികളുടെ അഴിഞ്ഞാട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു നാടായിട്ട് കേരളം തകരട്ടെ, അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? നൈസൈഫ്, തുടർഭരണം വേണ്ടെന്ന സാഹിത്യകാരന്മാരുടെ അഭിപ്രായത്തെ എങ്ങനെയാണ് ഇടതുപക്ഷം കാണുന്നത്? അതിനെങ്ങനെ വിലയിരുത്തണം? പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അത് സാഹിത്യ സാംസ്കാരിക രംഗത്തെല്ലാം അദ്ദേഹം വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഈ രംഗത്തുള്ള ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളായിട്ടുള്ളത്. സംഗീതം, സാംസ്കാരിക മേഖല, സാഹിത്യ മേഖല, ആ മേഖലയിലുള്ള ആൾക്കാരുമായിട്ടാണ് MA ബേബി നിരന്തര സമ്പർക്കം പുലർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെതിരെ ബേബി ശക്തമായ വിമർശനങ്ങൾ തന്നെയാണ്, പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ശക്തമായ വിമർശനങ്ങൾ തന്നെയാണ് MA ബേബി ഉന്നയിച്ചിരിക്കുന്നത്. പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സച്ചിദാനന്ദൻ മാഷും അതുപോലെ തന്നെ സാറ ജോസഫുമാണ് ഇത്തരത്തിൽ ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. എൻ്റെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിമർശനം അദ്ദേഹം തുടങ്ങുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സാംസ്കാരിക രംഗത്തെ പ്രിയ സുഹൃത്തുക്കൾ ആയിട്ടുള്ളവർക്ക് ഒരു ശങ്കയുണ്ട്. അത് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഭരണത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ വാചകങ്ങൾ തുടങ്ങുന്നത് തന്നെ. സ്വന്തം കുഞ്ഞിൻ്റെ മരണത്തിലും അവരുടെ വേദനയെക്കുറിച്ച് ചിന്തിക്കുന്ന കേരളം യാദൃച്ഛികമായി ഉണ്ടായതല്ല, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് കേരളം ഉണ്ടായതെന്ന് ഓർമ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില വരികൾ ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന് എന്ന് പറയുന്ന വരികൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അത് ശക്തമായ ഭാഷയിലുള്ള വിമർശനമായി നമുക്ക് കാണുകയും ചെയ്യാം. ക്ഷേമത്തിലൂന്നിയ ഭരണമാണ് കഴിഞ്ഞ 10 വർഷം സംസ്ഥാന സർക്കാർ നടപ്പാക്കിയത്. ഇനി 10 വർഷം കഴിഞ്ഞ് ആ ഭരണം മറ്റൊരാളുടെ കയ്യിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷം സർക്കാരിനെ അല്ലെങ്കിൽ നാടിനെ പിന്നോട്ടടിക്കുന്നത് ആയിരിക്കും ആ അവസ്ഥ. കാരണം പുതിയൊരു സർക്കാർ വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ രീതികളായിരിക്കും. അങ്ങനെ 5 വർഷം പിന്നോട്ടടിക്കും. കേരളം അങ്ങനെ 5 വർഷം പിന്നോട്ട് പോയാൽ ഇടതുപക്ഷം ഇല്ലാതായി പോകരുത് എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർ എന്ന് പറയുമ്പോൾ ഒരു പരിഹാസവും ഒരു വിമർശനത്തിൻ്റെ സ്വഭാവമെല്ലാം നമുക്കതിനകത്ത് കാണുകയും ചെയ്യാം. ആ വിഷയം മാത്രമല്ല, മറ്റു പല വിഷയങ്ങളും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളെ കടുത്ത ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. വലിയൊരു വിഭാഗം മാധ്യമങ്ങളും നുണ ഫാക്ടറികളായി മാറി എന്നുള്ളതാണ് CPM ജനറൽ സെക്രട്ടറിയുടെ വിമർശനം. കേരളത്തിൽ ഏറ്റവും വലിയ ദുരന്തമാണ് അത്. ഇടതുപക്ഷം വിജയിച്ചാൽ വിഷം കുടിച്ച് മരിക്കുമെന്ന് പറഞ്ഞ ചരിത്രം അവർക്കുണ്ട്. അതൊരു പത്രവുമായി ബന്ധപ്പെട്ടാണ്. അത് പേര് പറയാതെ തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. വിഷമുറയ്ക്കാത്ത നിലയിൽ അവരായിട്ടുണ്ടെങ്കിൽ പത്രം കരിച്ച് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി എന്ന വിമർശനം അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തെക്കുറിച്ച് പറയുന്നത്, ഉപകരണം ശരീരത്തിൽ കുടുങ്ങിയത് സങ്കടകരമായ കാര്യമാണ്, ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ്, ഒരു ന്യായീകരണവും ഇത്തരം സംഭവങ്ങളിൽ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട്, കേരള സ്റ്റോറി 2 സിനിമയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ട്രെയിലറുമായി ബന്ധപ്പെട്ട കാര്യത്തെയും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. 5ാമത് കേരള പഠന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ അതിൻ്റെ സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് MA ബേബി സച്ചിദാനന്ദൻ മാഷ് അടക്കമുള്ളവർക്കെതിരെ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ജീന. ശരി, സേഫ് സേനുലാബ്ദീനാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.